32-ാം ദിവസം. മിതജീവിതം ശൈലിയാക്കുക, സഹജീവനം ആദർശമാക്കുക. മനുഷ്യർ പരിസ്ഥിതിയോട് ഇന്നത്തെ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നാൽ മനുഷ്യവംശത്തിന് ഭാവിയില്ല എന്നാണ് പരിസ്ഥിതി ശാസ്ത്രം നിസ്സംശയം പറയുന്നത്. ആർത്തിയാൽ നയിക്കപ്പെടുന്ന പ്രകൃതി ചൂഷണവും വികസന ഉൽപ്പാദന സംരംഭങ്ങളും ഉപഭോഗവും ഒരു വശത്ത്, ഇവയെല്ലാം വായുവിലും വെള്ളത്തിലും മണ്ണിലും ചേർക്കുന്ന വിഷവും ബാക്കിയാക്കുന്ന പാഴ്വസ്തുക്കളും മറുവശത്ത്. ഇതാണ് പരിസ്ഥിതി പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങളെന്നും പരിസ്ഥിതി ശാസ്ത്രം പറയുന്നു. ജ്ഞാനികൾക്ക് പ്രശ്നത്തിൻ്റെ പ്രാധാന്യം പണ്ടേ മനസ്സിലായിരുന്നു. ജീവിതം ലളിതമായിരിക്കുന്നതാണ് ബുദ്ധിയെന്നവർ കണ്ടു. ഗാന്ധിജി അവരുടെ ജ്ഞാനം സംഗ്രഹിച്ചു പറഞ്ഞു: ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരാൻ ഭൂമിക്കാകും, ആർത്തിയെ സാധിച്ചെരുകാൻ ഭൂമിക്കാവില്ല. കൃത്യമായ ചില അതിരുകൾക്കപ്പുറം ശരീരത്തെയും ശാരീരിക ആന്തരിക ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നത് ശരീരത്തിനും മനസ്സിനും ആത്മീയതയ്ക്കും ഒരുപോലെ ദോഷം ചെയ്യുമെന്നും അവർ കണ്ടു. ഈ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ മതങ്ങളും ഉപവാസം, ലളിത ജീവിതം, കായിക അധ്വാനം, ഒരുമിച്ച് ജീവിതം മുതലായവ പ്രോത്സാഹിപ്പിക്കുന്നത്. പരിസ്ഥിതിയുടെയും ദരിദ്ര പ്രദേശങ്ങളുടെയും ശോചനീയാവസ്ഥ നേരിട്ടറിയുന്ന ഫ്രാൻസിസ് പാപ്പ മുറിവേറ്റ ഭൂമിയുടെ രോദനം കേൾക്കുക എന്ന് ലോകത്തോട് യാചിക്കുന്നു. സൂര്യചന്ദ്രന്മാരെയും കടലിനെയും കാറ്റിനെയും സഹോദര സഹോദരി എന്ന് സ്തുതിച്ച ഫ്രാൻസിസ് അസീസിയെ മാതൃകയാക്കി സ്വീകരിച്ച ആളാണല്ലോ അദ്ദേഹം. പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാൻ, സ്നേഹിക്കുവാൻ, അടുത്ത് അനുഗമിക്കുവാൻ എനിക്ക് കൃപ തരിക. ആമേൻ.